ലാസ്റ്റ് വീക്ക് എപ്പിസോഡ്സ് ഒക്കെ ഒന്ന് കണ്ടോ, ഓഡിയൻസിനെ വരെ സാഡ് ആക്കി നിങ്ങൾ. അതെല്ലാം നമ്മള് പറയാം. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, ആരെയും മിസ്റ്റേക്ക് അല്ല. ഇറ്റ് ഓൾ ഹാപ്പൻസ് ഡ്യൂ ടു എ സിറ്റുവേഷൻ. അല്ല, എനിക്ക് അങ്ങനെ ഓർത്തിട്ട് ഞാൻ വിശദമായിട്ട് പറഞ്ഞോളാം. ഇല്ല, ഞാൻ എന്റെ ഒപ്പീനിയൻ അല്ലേ പറയുന്നത്. ഇല്ലല്ല, എനിക്ക് തോന്നിയ കാര്യമാണ്. ലൈക്ക് അതിന്റെ ഉള്ളിലാണ് നമുക്ക് ആർക്കും എന്താ പറയാ തെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മിസ്റ്റേക്ക് അല്ലെന്ന് പറയുന്നതിന്റെ അർത്ഥം. പക്ഷെ എല്ലാ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. നൂറ് കഴിഞ്ഞാൽ ഉള്ളിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടം? ഒരാളെ പറയുക, മനസ്സ് തുറന്ന് പറയുക. നെയ്യും ഇവള് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അനുമോളെയാണ് ഇഷ്ടം. അതില നൂറാന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ലെസ്ബിയൻ കപ്പിൾ കേരളത്തിൽ അറിയാത്ത ആൾക്കാരില്ല. അതിപ്പോൾ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ തന്നെ അവരെ അറിയാം. ആർക്കും അത്ര ഇഷ്ടമൊന്നുമില്ല. കേരളത്തിൻ്റെ സംസ്കാരം അനുസരിച്ച് അവരെ അങ്ങനെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിട്ടൊന്നുമില്ല ആരും. പക്ഷെ എന്നാലും പറയാം, ബിഗ് ബോസിൽ പോയി കഴിഞ്ഞ് ഈ കുട്ടികളുടെ ആദ്യകാല ഫാമിലി റൗണ്ട് വരെയൊക്കെ എന്ന് പറയുന്ന പോലെ ഒരുമാതിരി ഇഷ്ടമൊക്കെ ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ ഈ പിള്ളേരോട് അച്ഛനമ്മമാർ ക്ഷമിച്ചെങ്കിൽ എന്ന് ആഗ്രഹിച്ച മലയാളികളുണ്ട്. ക്ഷമിച്ചിരുന്നു എങ്കിൽ അവർ ക്ഷമിച്ചില്ല. അന്ന് ഇതുങ്ങൾക്ക് ഒത്തിരി സങ്കടമൊക്കെ ആയി. പിന്നീട് പോകെ നൂറെ ആണേലും ഒത്തിരി പേർക്ക് ആലിയ ഭട്ടിനെ പോലെ ഇരിക്കുന്നും പറഞ്ഞും ഒക്കെ ആയിട്ട് ഒരുമാതിരിയൊക്കെ ഇഷ്ടമുണ്ട്. പിന്നെ അനുമോളെയാണ് കേരളത്തിൽ എല്ലാവർക്കും ഒരുമാതിരി ബിഗ് ബോസിൽ ഇഷ്ടപ്പെട്ടത്. അനീഷിനെ, അനുമോളെ. അതിൽ അനുമോളുടെ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ആളാണ് ആദില. ആദില കരയുമ്പോൾ ആശ്വസിപ്പിക്കുന്നത് നമ്മുടെ അനുമോളാണ്. ആദിലയ്ക്ക് ഇടയ്ക്ക് ചോറ് വാരി കൊടുക്കാറുണ്ട്. ആദില അനുമോളെ എടുത്തോണ്ട് നടക്കുന്നേ ഒരു സീൻ കണ്ടായിരുന്നു. നെവിൻ ഇങ്ങനെ നോക്കി, അക്ബർ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു സീൻ, അത് വൈറലായതാണ്. അങ്ങനെയൊക്കെ ആയിട്ട് അനുമോളുമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്നു. അപ്പോൾ അനുമോളോടുള്ള ഒരു ഇഷ്ടം ഒരു കുറച്ച് ശരിക്കും പറഞ്ഞാൽ അതാണ്. ഒരു കാറ്റ് അങ്ങോട്ട് വീശിയെന്ന് പറയുന്ന പോലെ ഈ ആദിലയോടും നൂറയോടും ഒരു കാറ്റ് അങ്ങോട്ട് വീശിയ ഒരു ഇഷ്ടമൊക്കെ തോന്നിയിരുന്നു ഈ പിള്ളേരോട്. പക്ഷേങ്കിൽ ഈ ടിക്കറ്റ് ടു ഫിനാലെ വന്നിട്ട് നൂറ ജയിച്ചപ്പോൾ ആദിലയ്ക്ക് എന്തൊക്കെയോ സംഭവിച്ചു. അതായത് ആദില ഓർക്കുന്നത്, എനിക്ക് തോന്നുന്ന കാര്യം, നൂറ ഫൈനൽ 5-ലെത്തും, നൂറ കപ്പും നേടും എന്നൊക്കെ എന്തോ വിചാരം അങ്ങനെ ഉണ്ടായിപ്പോയെന്ന് തോന്നുന്നു. അപ്പം ഇനി അതിനൊരു എതിരാളി അനു ആണെന്ന് ചിന്തിച്ചിട്ടാണോ എന്താണേലും ലാസ്റ്റ് ബിൻസിയും ശൈത്യയൊക്കെ വന്നപ്പോഴത്തേന് ശരിക്കും പറഞ്ഞാൽ അവർക്കൊപ്പം കൂടി കള്ളി, നുണച്ചി എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബ് ബ്രൂട്ടസ് എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നത് യൂദാസ് എന്നൊക്കെ വിളിക്കാവുന്ന രീതിയിലേക്ക് ആദില, നൂറയ്ക്ക് വേണ്ടി ആയിരിക്കാം, എന്തിനു വേണ്ടിയാണേലും ആദില ഒരുമാതിരി യൂദാസിൻ്റെയൊക്കെ അവസ്ഥയിലേക്ക് നീങ്ങിയെന്ന് പറഞ്ഞു. കാരണം പുറത്തുനിന്ന് വന്നവർക്കൊപ്പം നിന്ന് അനുമോളെ ഒല്ലറിക്കൂബി ഉപദ്രവിക്കാൻ നിന്നു. അതേ സമയത്ത് അവിടെ ഷാനവാസൊക്കെ സൈലൻ്റ് ആയിട്ട് അങ്ങ് പോവുക ചെയ്തത്. അനീഷാണേലും മൈൻഡ് ചെയ്തൊന്നുമില്ല. ഒരാൾ പോലും അവിടെ സപ്പോർട്ട് ചെയ്തില്ല. ചെന്ന് ഇരുന്ന അഭിലാഷ്, പ്രവീണാണേലും ഇടയ്ക്ക് കുത്താണല്ലോ, കിട്ടിയ അവസരം കിട്ടിയാൽ കുത്തും. അഭിലാഷൊക്കെ പറഞ്ഞു, നിന്നെ ഇവിടെ ഇതുപോലെ പുറത്തുനിന്ന് വന്നവരെല്ലാവരും ഉപദ്രവിക്കും, പക്ഷെ അതിലൊന്നും പതറാതെ നീ അടിയുറച്ച് നിൽക്കുക. പിന്നെ ജിതിനാണേലും അങ്ങനെയൊക്കെ ആയിട്ട് ജിതിനല്ല ഒക്കെ ആണേലും നിന്നു. പക്ഷേ ആദില ആ ഒരു അവസരം യൂസ് ചെയ്തത് അനുമോളെ ഉപദ്രവിക്കാനാണ്. അതാണ് ആദിലയോടും നൂറയോടും ഒരേപോലെ പണക്കം വന്നത്. അതിൻ്റെ അകത്ത് ആദില ഇനിയിപ്പം അവർക്കൊപ്പം നിന്ന് എന്തേലും ന്യായം അവരുടെ ഭാഗത്താണ്, അങ്ങനെയാണ് അവിടെ നടക്കുന്ന എല്ലാ വഴക്കിലും അനുമോൾ ചെന്ന് കഴിയുമ്പോഴത്തേക്കിന് അതിൻ്റെ ശത്രുക്കളുടെ പക്ഷത്തേക്കാണ് ഈ പിള്ളേർ എപ്പോഴും പോകാറ്. പിന്നെ അനുമോൾ ഇവരോട് കൂടുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവർ എപ്പോഴും അതുപോലെ അനുമോളുടെ ഏറ്റവും വലിയ പ്രത്യേകത പുകഴ്ത്തിപ്പാടുമൊന്നുമല്ല. അനുമോൾ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ നല്ല ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചാൽ, ഈ പിള്ളേർ മാറിയിരുന്ന അനുമോളുടെ കുറ്റം പറയും, എപ്പോഴും പറയും. പിണങ്ങിയിരിക്കുന്ന പോലെ മിണ്ടാതിരിക്കുകയൊക്കെ അനുമോൾ ചെയ്ത് അപ്പം തന്നെ ഈ രണ്ട് പിള്ളേരും മറ്റുള്ളവരോട് പോയി കുറ്റം പറയും. അനുമോൾ ഒരിക്കൽ പോലും ഈ കുട്ടികളുടെ കുറ്റം ഷാനവാസിനോടോ ഇവരോടൊന്നും പോയി പറഞ്ഞിട്ടില്ല. ഈ എപ്പിസോഡുകൾ മുഴുവൻ ഇരുന്ന് കണ്ടാലും ഈ പിള്ളേർക്ക് അനുമോള് ഇവരുടെ കുറ്റം പറഞ്ഞായിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഒരു വലിയ കുഴപ്പമുണ്ട് ബിഗ് ബോസിൽ. സീസൺ 7 ശ്രദ്ധിക്കുമ്പോൾ ഈ കുട്ടികൾ പിന്നീട് ഇന്ന് എപ്പിസോഡ് വാച്ച് ചെയ്യുമ്പോഴോ ലൈവ് കാണുമോ ഒക്കെ ചെയ്താൽ മനസ്സിലാവും. ഒരിക്കൽ പോലും അനുമോൾ ഇവരെ തള്ളി പറഞ്ഞിട്ടില്ല. ഷാനവാസ് ഇടയ്ക്ക് ഇവരെ തള്ളി പറഞ്ഞപ്പോഴും അനുമോൾ അത് ഷാനവാസിനെ ആശ്വസിപ്പിക്കുക ചെയ്ത് ഇവരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അനുമോൾ കൂട്ടുകൂടിയിരുന്നത് അവിടെ നിൽക്കുന്ന അവസാന നിമിഷം വരെ. പക്ഷേ ഇവർക്ക് എന്തൊക്കെയോ പ്രലോഭനങ്ങളിൽപ്പെട്ട് ഇവർ അസല് യൂദാസ് പണിയാണ് ഇവർ ചെയ്തത്. ലാസ്റ്റ് ഒരു കാര്യവുമില്ലാതെ അക്ബറിനെ ആക്രമിക്കാൻ എൻ്റെ നമ്പർ തന്നിട്ട് PR-നോട് പറയണമെന്ന് പറഞ്ഞെന്ന് വരെ പറഞ്ഞു. അത് ആദില
നുണ പറഞ്ഞതായിട്ടാണ്. ഇന്നും ആദില അതിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ മൊത്തത്തിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവർക്ക് എന്തെങ്കിലും വലിയ പോസിറ്റീവ് ഒന്നും ഇല്ലായിരുന്നു, നെഗറ്റീവ് തന്നെയായിരുന്നു പുറത്ത്. ഇവർക്ക് എന്തെങ്കിലും പോയിട്ട് നെഗറ്റീവ് മാറ്റി പോസിറ്റീവ് ആക്കാനുള്ള ശ്രമമാണ് ബിഗ് ബോസിൽ പോയി ഇവർ ചെയ്തെങ്കിൽ അതിൻ്റെ അവസാനം കൊണ്ട് കലവിട്ട് ഉടച്ച പോലെയാക്കി. ഇപ്പോൾ പറയുന്നുണ്ട് ആ ഹാർട്ട് കൊടുത്തൊരു ഇതുണ്ടല്ലോ ലാലേട്ടൻ്റെ എപ്പിസോഡ്, അതാണ് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഏറ്റവും നല്ല സീനെന്ന്. എനിക്ക് ഇഷ്ടമുള്ള മൊമെന്റ് എന്തായിരുന്നു എന്ന് വെച്ചാല്, എനിക്കും ഭയങ്കര പ്രൗഡായിട്ടും ഇതായിട്ട് തോന്നിയൊരു മൊമെന്റ് ടിക്കറ്റ് ഫിനാലെ തന്നെയായിരുന്നു കേട്ടോ. കാരണം ഇവക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനും അത്ര ഭയങ്കര ഇതായിട്ട് നിൽക്കുകയായിരുന്നു. അതെനിക്ക് എന്താ പറയുക, ഭയങ്കര സംഭവമുള്ളൊരു സംഗതിയായിരുന്നു. പിന്നെ എനിക്ക് നമ്മൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ ആ ഒരു ഇതിൽ ഹാർട്ട് ഇങ്ങനെ ആർക്കാ കൊടുക്കാന്ന് ലാലേട്ടൻ ചോദിച്ചില്ല, എനിക്ക് അത് ഭയങ്കര മെമ്മറബിൾ ആയിരുന്നു. അനുവിന് ഞാൻ കൊടുത്തതും അനുവിന് കൊടുത്തതും നമ്മൾ തിരിച്ച് ആ ഒരു സെഗ്മെന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നമ്മുടെ അനുക്കുട്ടി ചേച്ചിയുടെ ഹാർട്ട് അത് അവിടെ ഇരിപ്പുണ്ട്, അവൾ ഇങ്ങോട്ട് നോക്കിയിരിക്കുക. ഞങ്ങളെ ഹാർട്ട്സ് അവളെടുത്തുണ്ട്, സേഫ് ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നത്. ബിഗ് ബോസിൽ പഴയ സീനുകളൊക്കെ പോയവരൊക്കെ റീ എൻട്രിയിൽ വന്നപ്പോഴത്തേന് പഴയ സീനുകളൊക്കെ ഇരുന്ന് കാണിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഈ കുട്ടികൾ ആ സീനിലൊക്കെ അനുമോളും ഇവരും എത്ര സ്നേഹമായിരുന്നു എന്ന് കാണുമ്പോഴത്തേനും അതിൽ എല്ലാ പിണക്കവും മറന്ന് പൊട്ടിക്കരഞ്ഞ് പോയി കെട്ടിപ്പിടിക്കും. അതിലയുടെ ഏറ്റവും വലിയ കുഴപ്പം ട്രസ്റ്റ് ഇഷ്യൂ ആണ് എന്ന് പറയുന്നുണ്ട്. ആരെയും കയറി വിശ്വസിക്കുമെന്നോ എന്തൊക്കെ. പിന്നെ മിസ്ലീഡിങ്, തെറ്റിദ്ധരിക്കുക, പെട്ടെന്ന് ആരെങ്കിലും പറയുമ്പോഴേ കിടന്ന് തെറ്റിദ്ധരിക്കുന്നു. പക്ഷെ അതിനെയൊന്നും നമുക്ക് ആദിലെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇപ്പം ആദിലയുടെ പാർട്ട്ണറായ നൂറെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേ അവർ പറയുന്ന ശരിയെന്ന് പറഞ്ഞ് ആ നൂറെ വെറുക്കാനോ പിണങ്ങാനോ ഒക്കെ പോയി അങ്ങനെ ഒരാളുടെ കൂടെ വിശ്വസിച്ച് എങ്ങനെ കൂട്ടുകൂടും, എങ്ങനെ ജീവിക്കും? അതൊരു വലിയൊരു തോന്നലാണ്, ഒരു ഇതാണത്. ആദിലെ ന്യായീകരിക്കാൻ നമുക്ക് ഒട്ടും പറ്റത്തില്ല. പിന്നെ ആകെ ഒരു ക്വാളിറ്റി ഉണ്ട്, ഇപ്പം ഇവിടെ പറഞ്ഞതിൻ്റെ അകത്ത് നൂറെ അപ്പോഴും വീണെടുത്ത് കിടന്ന് ഉരുളാൻ നോക്കുന്നുണ്ട്. അതായത് ആ സിറ്റുവേഷനാണ് അങ്ങനെയൊക്കെ ചെയ്യിച്ചേ, അതാണ് ഇതാണ് ആരാണേലും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നൂറെ ഉരുളുന്നുണ്ട്. പക്ഷേ ആദിലയ്ക്ക് മനസ്സിലായി ആദിലയുടെ ഭാഗത്തുനിന്ന് തെറ്റ് പറ്റിയിട്ടുണ്ടെന്നും ആ തെറ്റ് അംഗീകരിക്കാനുള്ള മനസ്സും ആദില ഇപ്പം കാണിച്ചു. അങ്ങനെ സിറ്റുവേഷൻ കൊണ്ടല്ല, തെറ്റ് പറ്റിയിട്ടുണ്ടെന്നുള്ള ആദില പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അനുമോളോട് ചെയ്തത് ശരിയല്ല എന്നുള്ളത്. ഇപ്പം ആദിലയ്ക്ക് അതിനുള്ള ഒരു മനസ്സുണ്ടായി. അതായത് ഞാൻ അനുമോളോട് പെരുമാറിയ ശരിയല്ല, അല്ലെ അനുമോള് ഞങ്ങളുടെ കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല, പുറത്തുനിന്ന് വന്നവരുടെ സ്വാധീനത്തിൽ നൂറെ ജയിപ്പിക്കാൻ വേണ്ടി ഞാൻ കളിച്ച കളിയാണ് എന്നുള്ളതും അത് വേണ്ടായിരുന്നു എന്നുള്ളത് പോലെ തോന്നുന്നുണ്ട് ആദിലയ്ക്ക്. അത് പറയുന്നുണ്ട്, നൂറെ അപ്പോഴും ഉരുളാനാണ് നോക്കുന്നത്. ഏതായാലും പക്ഷേ ഇങ്ങനെയൊക്കെ ഇപ്പം മാപ്പ് പറയുന്ന മാതിരി അനുമോളോട് ഇഷ്ടമുണ്ട്, അല്ലെ അനുമോള് ഹാർട്ട് കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും തിരിച്ച് പ്രേക്ഷകരായ നിങ്ങൾ കമൻ്റ് ഇടുന്ന പോലെ തന്നെ തിരിച്ച് ഇവരോട് അനുമോള് കൂട്ടുകൂടി പാട്ടാ ഗേൾസ് ആയിട്ട് മുന്നോട്ട് പോകാനോ മലേഷ്യ പോകാനൊന്നും എനിക്കും ഒരു അഭിപ്രായമില്ല. കാരണം പെട്ടെന്ന് മൈൻഡ് മാറുന്ന ആൾക്കാരെ നമ്മൾ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഒരനുഭവം ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയുടെ അനുഭവം പോലെ തന്നെയായിരുന്നു. പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്ന് പറയുന്ന പോലെ തന്നെ ഇവരെ വിശ്വസിച്ചൊരു കൂട്ടുകൂടാൻ പറ്റുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നില്ല. അവർ തമ്മിലുള്ള കൂട്ട് തന്നെയാണ് നല്ലത്. അതിൻ്റെ ഇടയ്ക്ക് അനുമോള് ചുമ്മാ ഇടിച്ച് കയറി ചെന്നിട്ട് അതെല്ലാവർക്കും അസൗകര്യമാകും. അനുമോൾക്കിട്ട് വീണ്ടും പണിയും കിട്ടും. വഴിയാ പോകുന്ന ആരെങ്കിലും ആദിലയോട് എന്തേലും ഒന്ന് പറഞ്ഞ് അനുമോളെ കുറിച്ച് കൊടുത്താൽ പോകുന്ന വഴിക്ക് മലേഷ്യക്ക് പോകുന്ന വഴിക്ക് വല്ല വെള്ളത്തിലും തള്ളിയിട്ടുന്നവരെ ഇരിക്കും. ഞാൻ തമാശയായിട്ട് പറഞ്ഞ അതല്ല. എന്താണേലും ആദിലയുടെ സ്വഭാവം വിശ്വസിച്ച് കൂട്ടുകൂടാൻ പറ്റുമെന്ന് തോന്നില്ല. അല്ലെ ആ കുട്ടി ജീവിതം മുന്നോട്ട് പോകെ കുറേ അനുഭവങ്ങൾ ഉണ്ടായതിന് ശേഷം സ്വന്തം സ്വഭാവത്തെ മാറ്റി വരുത്തണം. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.